ഒരു യാത്ര തിരുവണ്ണാമലയ്ക്ക് ഞങ്ങളൊരു 10 പേരും കൂടെ പെട്ടെന്നുണ്ടായ ഒരിതാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് പോയത് ചൈത്ര പൗർണമി ദിവസമാണ്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഗിരിവലം വയ്ക്കുക എന്നുള്ളതാണ്. ആ കാണുന്നതാണ് മല, അതിനെയാണ് നമുക്ക് ചുറ്റേണ്ടത്. അതിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. 14 കിലോമീറ്ററാണ് ഉള്ളത്. അതിന് ചുറ്റുമായിട്ട് അഷ്ടലിംഗങ്ങളുണ്ട്. ഇതിലൂടെ പ്രദക്ഷിണം വെച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ നടുക്കുള്ള അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല. അല്ലെന്നോ ഒരിക്കലും പോകാൻ പറ്റില്ല. ഇനി പോയാൽ തന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് 3 ദിവസം അടുപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഗിരിവലമാണ്. ചൈത്ര പൗർണമി ദിവസം 30-ാം തീയതി വൈകിട്ട് തുടങ്ങിയിട്ട് 2-ാം തീയതി വൈകിട്ടാണ് അത് അവസാനിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, വയസ്സായവരും അല്ലാത്തവരും എല്ലാവരുമായിട്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ചൈത്ര പൗർണമി ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ, അപ്പം ഞങ്ങൾക്ക് അതിനൊരു ഭാഗമാകാൻ സാധിച്ചു. അതിന് വിനീതയ്ക്ക് ഒരുപാട് നന്ദി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രഗുപ്തനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ എല്ലാ പാപങ്ങളും കർമ്മദോഷങ്ങൾ മാറ്റിത്തരിക എന്നുള്ളത്, നമ്മളെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. അതേപോലെ ഈ അഷ്ടലിംഗങ്ങളും വരുണലിംഗം, വായുലിംഗം, അഗ്നിലിംഗം, കുബേരലിംഗം, അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ അതിലേക്ക് പ്രാർത്ഥിച്ചു പോകുമ്പോൾ എല്ലാ ബ്ലോക്സും അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇതാണ് അമ്പലം. പക്ഷേ ആ അരുണാചല മലേനെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കുന്നതാണ്. അപ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഭഗവാനെ നിന്നെ കാണാൻ പറ്റില്ല. അപ്പോഴുണ്ട് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ദേ ഭഗവാൻ തേരിലേറി വരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കണോ വീഡിയോ എടുക്കണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ആ ഒരു ആഗ്രഹവും നടന്നു. ഫുൾ തിരക്കായിരുന്നു. പിന്നെ ഗിരിവലം വെക്കുന്നതിന് മുന്നേ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. അതേപോലെ പ്രസാദം എന്ന് പറയണത് അവിടെ എല്ലാ ആന്ധ്രക്കാരുടെയും തമിഴന്മാരുടെയും എല്ലാവരുടെയും പ്രസാദം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫ്രീ ആണ്. നമ്മൾ സവോള വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കാത്ത ഇതാണ് സാക്ഷാൽ ഭഗവാൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മളെ കാണാൻ ഭഗവാൻ പുറത്തേക്ക് വന്നു എന്നുള്ളത്. അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ഇതാണ് തിരുവണ്ണാമലൈ അമ്പലത്തിൻ്റെ. ഇനി ഒരു പ്രാവശ്യം അമ്പലത്തിലേക്കായിട്ട് പോകണം. ഫസ്റ്റ് പാലം വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പോകാൻ പോകുന്നത്